സ്റ്റോപ്പ് ലോസുകൾ അടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിൽ കടന്നുപോയത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് കോച്ചാർട്ടിംഗ് പ്രൊവൈഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റോപ്പ് ലോസുകൾ അടിച്ചൊരു കിടില ദിവസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടിലമായിട്ട് മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഒരു ദിവസമായിരുന്നു ഇന്ന് കടന്നുപോയത്. എൻ്റെ ഫോളോവേഴ്സിനൊക്കെ നിഫ്റ്റിയിൽ നല്ല രീതിയിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റിക്ക് അപ്സൈഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഡൗൺ സൈഡും സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ബാങ്ക് നിഫ്റ്റിക്ക് അപ്സൈഡ് മാത്രമേ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഡൗൺ സൈഡ് ട്രിഗർ ആയിട്ടില്ല. മിഡ് ക്യാപ്പ് ഇത് മൂന്നും ട്രിഗർ ആയിട്ടില്ല. അവൻ കൃത്യമായി ഈ പാമ്പ് ഈ ഏണി ചുറ്റി കിടക്കുന്നത് പോലെ ഈ ചുറ്റി കിടന്ന് ആ പി ഒ സിയുടെ ഭാഗത്ത് തന്നെ അന്തം കുത അതാമായി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസുകൾ അടിച്ചൊരു ദിവസമായിരുന്നു ഇന്ന് മാർക്കറ്റിൽ കടന്നുപോയത്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇന്ന് നമ്മളെ മന്ത്ലി കോൺട്രാക്ട് എക്സ്പയർ ആയിരിക്കുകയാണ്. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഇന്നത്തെ ചാർട്ട് ഇപ്പൊ നമ്മുടെ മെമ്പേഴ്സ് ഉള്ള ആൾക്കാർക്കും ഈ വീഡിയോ സ്പോട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നാളെ പുതിയ കോൺട്രാക്ട് ആയതുകൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ എന്താണ് സ്പോട്ട് മാർക്കറ്റിനെ കുറിച്ച് കൊണ്ട് മാത്രമേ വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട് വ്യൂവിലേക്ക് പോകാം. സോ ഇന്ന് മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്യുവർലി ഒരു നമ്മുടെ ആ ഏരിയ കൃത്യമായിട്ട് പാമ്പിന്റെ കോണി കിടക്കുന്ന പോലെ കൃത്യമായിട്ട് കോണി കിടന്ന് ആ ഭാഗത്തൊക്കെ തന്നെ കിടന്ന് അവസാനിച്ച ദിവസമായിരുന്നു. മിഡ് ക്യാപ്പിനെ നോക്കുമ്പോൾ സംബന്ധിച്ച് മിഡ് ക്യാപ്പ് പ്യുവർലി പറഞ്ഞ ഒരു പെർഫെക്റ്റ് ഡി ഷേപ്ഡ് പ്രൊഫൈലാണ്. പെർഫെക്റ്റ് ഡി ഷേപ്ഡ് പ്രൊഫൈൽ, ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഒരു പെർഫെക്റ്റ് ബാലൻസ് ആയിരുന്നു. പി ഒ സി വന്നിരിക്കുന്നത് 13,344 ഭാഗത്താണ് പി ഒ സി. നമുക്ക് ആദ്യം ഞാൻ എന്ത് ചെയ്യാം, ഈ പി ഒ സി മാർക്ക് ചെയ്യാം. ഇന്നലെ 13,330 ആയിരുന്നു. ഇന്ന് ഒരു 4 പോയിന്റ് മാറി 13,334 ഭാഗത്തേക്ക് പോയി. ബുള്ളിഷ് റഫറൻസിന് ഒരു മാറ്റവും 13,390 മുകളിൽ 390 390ക്ക് മുകളിലാണ്. 390ക്ക് മുകളിൽ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. അത് ഫസ്റ്റ് ടാർഗറ്റ് 431, 493, 540 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സെല്ലിങ്ങിന് ഒരു മാറ്റവും 240ക്ക് താഴെ സെല്ലിങ് 13,205, 13,150, 13,113 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ. ഇതാണ് മിഡ് ക്യാപ്പിനെ സമയത്ത്. കാരണം ഒരിടത്ത് മാർക്കറ്റ് അവിടെ തന്നെ കിടന്ന് കളിച്ചതുകൊണ്ട്, ഈ റേഞ്ച് തന്നെ കിടന്ന് കളിച്ചുകൊണ്ട് ലെവൽസിനൊന്നും പക്കാ മാറ്റമില്ല. ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, ഡി ഷേപ്ഡ് പ്രൊഫൈൽ ആയിരുന്നു പക്ക. ഇനി ബാങ്ക് നിഫ്റ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കിയേ, ബാങ്ക് നിഫ്റ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകും നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പെർഫെക്റ്റ് ഡി ആണ്. മിഡ് ക്യാപ്പ് ഒന്നുമല്ല, പെർഫെക്റ്റ് ഡി ആണ് ബാങ്ക് നിഫ്റ്റി. പി ഒ സി 58,050 ഭാഗത്താണ് പി ഒ സി. സോ ഞാനൊന്ന് പി ഒ സി ഒന്ന് ചവിട്ടി എങ്ങോട്ട് മാറ്റാം, 58,050 ഭാഗത്തേക്ക് ഒന്ന് മാറ്റാം. ബുള്ളിഷ് റഫറൻസിന് ഒരു മാറ്റമേ ഉള്ളൂ, 58,300 മുകളിൽ 58,300 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് ടാർഗറ്റ് 484, 610, 795 എന്ന് പറഞ്ഞ ഈ ഒരു ടാർഗറ്റിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ലെവല്. സെല്ലിങ്ങിന് ഒരു മാറ്റമില്ല, 57,710 താഴെ സ്പോട്ടിൽ സെല്ലാണ്. 57,552, 57,411, 57,140 എന്ന് പറഞ്ഞ ഈ ലെവലിലാണ് ബാങ്ക് നിഫ്റ്റിക്ക് കൃത്യമായിട്ടുള്ളത്. ഒരു ഓപ്പൺ ഓപ്ഷൻ പെർഫെക്റ്റ് ഡി ഷേപ്ഡ് പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റി. ഇനി നോക്കേണ്ടത് നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റി ആണ് ഇന്ന് അന്തം ഗത എന്നൊക്കെ പറയുന്നത് അടിച്ച് പണ്ടാരടങ്ങി. എനിക്കും നമ്മളെ മെന്റർഷിപ്പ് ബാച്ചിലുള്ളവർക്കും പലർക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഒരു ദിവസവും കൂടെയാണ് കടന്നു പോയത്. നിഫ്റ്റിയെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ഓൾമോസ്റ്റ് ടാർഗറ്റ് കിട്ടി എന്നൊക്കെ പറയാം. പി ഒ സി വന്നേക്കുന്ന 25,880 ഭാഗത്തേക്കാണ് പി ഒ സി. സോ 25,880 ഭാഗത്തേക്കാണ് പി ഒ സി വന്നിരിക്കുന്നത്. ഞാൻ ബുള്ളിഷ് റഫറൻസിനെ ഒന്ന് ഞാൻ മാറ്റുന്നുണ്ട്, 20,020 മുകളിൽ 26,020ക്ക് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 26,069, സെക്കൻഡ് ടാർഗറ്റ് 26,113, 26,113 ഭാഗത്തും, തേർഡ് ടാർഗറ്റ് 26,165. ടാർഗറ്റിന് ഒരു മാറ്റമില്ല. 26,020 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ബൈ ഉള്ളൂ. 26,069, 26,113, 26,165. ഡൗൺ സൈഡ് റെഫറൻസിന് കുറച്ച് മാറ്റമുണ്ട്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 25,800 താഴെ സെല്ലിംഗ് എടുക്കാവുള്ളൂ. എന്താണ്, 25,800 താഴെ മാത്രമേ ഞാനൊരു സെല്ലിങ്ങിനെ കുറിച്ച് 25,800 താഴെ മാത്രമേ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അത് ഫസ്റ്റ് ടാർഗറ്റ് 743 ഭാഗത്തേക്ക് എത്രയാണ്, 25,743 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്.
743 പൊട്ടിയാൽ 25,700 25,700 ഭാഗം 25,700 ഭാഗത്തേക്കും അതിന് താഴെ തേർഡ് ടാർഗറ്റ് 25,646 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഏരിയ ലോ 25,646 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഡൗൺവേർഡ് ലെവൽ. അപ്വേർഡ് ലെവലിന് ടാർഗറ്റ് ഒരു ലെവലിനും മാറ്റമില്ല. ഡൗൺവേർഡ് ലെവലിന് മാത്രമേ കുറച്ച് ചേഞ്ചസ് ഉള്ളൂ. സോ നാളെ പുതിയ കോൺട്രാക്റ്റ് ആണേ. ദയവ് ചെയ്ത് നാളെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നാളെ മാർക്കറ്റുകളും പൊസിഷൻസും ബിഗ് FI ഡെസ്ക് പ്രോ ഡെസ്ക് ഇതിന്റെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്ന ദിവസവും കൂടെ നാളെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നാളെ ട്രേഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ലെവൽ വാച്ച് ചെയ്യുക. സ്പോട്ടും ഇന്നത്തെ കോൺട്രാക്റ്റും നാളത്തെ കോൺട്രാക്റ്റും തമ്മിൽ വളരെ ഗ്യാപ്പിലായിരിക്കും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ അതെല്ലാം നമ്മളെ മാർക്കറ്റിനെ ആ ഒരു ഗ്യാപ്പ് മൂവ്മെന്റിനെ ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഈ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്യുക. ആ ലെവൽ മാർക്ക് ചെയ്ത് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാവുള്ളൂ. സോ എല്ലാവരും വീഡിയോ കാണുക, ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ, നല്ലൊരു നവംബർ മന്ത് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഈ വരാൻ പോകുന്ന വീക്കിൽ നമ്മുടെ എൻറ്റയർ ഈ ഒക്ടോബർ മന്ത് ക്ലോസ് ആകുന്ന സമയത്ത് ഫുൾ ഒക്ടോബർ മന്തിന്റെ വ്യൂ വച്ചുള്ള നവംബർ മന്ത് നമുക്ക് ഒരു മന്ത്ലി പ്രൊഫൈൽ വ്യൂ കൂടെ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ തരുന്നതാണ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.